ഏത് കലുഷിതമായ സാഹചര്യത്തിലും സുതാര്യമായി കാര്യങ്ങൾ വ്യക്തമാക്കി കൊടുക്കാൻ മുസ്ലിം സഹോദരങ്ങൾ മുന്നോട്ട് വന്നാൽ മറ്റു മതങ്ങളോടൊപ്പം മറ്റു മതക്കാരോടൊപ്പം സഹകരിക്കാവുന്ന എല്ലാ മേഖലകളിലും ക്ഷേത്രത്തിലെ പൂജാരിക്കോ അദ്ദേഹത്തിൻ്റെ വീട്ടിലൊരാൾക്കോ കിഡ്നി അസുഖം വന്ന് ഡയാലിസിസ് വേണമെങ്കിൽ അത് തൊട്ടടുത്ത മുസ്ലിമിൻ്റെ കൂടി പ്രശ്നമാണ്. നമ്മളത് പരിഹരിച്ചു കൊടുക്കണം, യാതൊരു സംശയവുമില്ല. എന്നാൽ അവിടെ സഹകരണം ക്ഷേത്രത്തിൽ പോയി ആരാധിച്ചുകൊണ്ടല്ല. ആ ക്ഷേത്രാരാധന ഒരു മുസ്ലിമിന് അംഗീകരിക്കാൻ സാധിക്കില്ല എന്ന് അവർക്കും അറിയാം. അപ്പം ആ നിലക്ക് കാര്യങ്ങൾ വ്യക്തമായി അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഞാൻ സാക്ഷ്യം വഹിക്കുന്നു അള്ളാഹു അവനല്ലാതെ ആരാധ്യനില്ല. അള്ളാഹു എന്ന് പറഞ്ഞാൽ സാക്ഷാൽ ആരാധ്യൻ. അപ്പോൾ എല്ലാവരെയും അറിയുന്ന ആ പടച്ചവനല്ലാതെ മറ്റൊരു ആരാധ്യനുമില്ലെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്നതാണ് ഒരു മുസ്ലിമാകാനുള്ള പ്രഖ്യാപനം. അപ്പോൾ അവനൊരിക്കലും ഒരു സൃഷ്ടിപൂജയുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തെയും അംഗീകരിക്കാൻ സാധ്യമല്ല. അപ്പോൾ ഇത് മുസ്ലിം സഹോദരങ്ങൾ തന്നെ ഇസ്ലാമിനെ കുറിച്ച് അറിയുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യണം എന്നതാണ് പരിഹാരങ്ങളിൽ ഒന്ന്. രണ്ടാമത്തത്, ഈ സത്യം മറ്റുള്ളവരിലേക്ക് പ്രസരിപ്പിക്കണം. വിശുദ്ധ ഖുർആൻ എല്ലാവർക്കുമുള്ള ഗ്രന്ഥമാണ്, നിങ്ങളൊക്കെ വായിക്കണം. പ്രവാചകാധ്യാപനങ്ങൾ എല്ലാവർക്കും ഉള്ളതാണ്. മുസ്ലിങ്ങളുടെ മാത്രം പ്രവാചകനല്ല മുഹമ്മദ് നബി എന്ന തരത്തിൽ ഇസ്ലാം മാനവികമാണ്, അത് പൊതുസ്വത്താണ്, അത് മുഴുവൻ മനുഷ്യർക്കുമുള്ള അനുഗ്രഹമാണ് എന്ന് മനസ്സിലാക്കി കൊടുക്കുന്നിടത്ത് ഇസ്ലാമിൻ്റെ ഉള്ളിലും പുറത്തും നമ്മൾ പരിശ്രമിക്കണം. നമ്മുടെ ഭരണഘടന അതിനുള്ള സ്വാതന്ത്ര്യം, ഇഷ്ടമുള്ള മതം സ്വീകരിക്കാനും ആചരിക്കാനും ഇത് പ്രൊപ്പഗേറ്റ് ചെയ്യാനുമുള്ള സ്വാതന്ത്ര്യം നമ്മുടെ ഭരണഘടന നൽകുന്നത് കൊണ്ട് തന്നെ പ്രത്യേകിച്ച് പ്രൊഫഷണലുകളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരിടപെടുന്ന മേഖലകളിൽ അവരിത്തരം കാര്യങ്ങൾ സ്വീകരിക്കുകയും ആ നിലപാട് അവരുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്യുക എന്നത് വളരെ പ്രധാനമാണെന്നാണ് കൂട്ടിച്ചേർക്കാനുള്ളത്.